എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഫിൽറ്റർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് ഹോട്ടലിൽ, അതായത് പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിലുള്ള നല്ല പതയോട് കൂടിയിട്ടുള്ള ഫിൽറ്റർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കിന്നിവിടെ നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫിൽറ്റർ കോഫീൻ്റെ ഫിൽറ്ററാണ്. ഇത് കടയിലെല്ലാം അവൈലബിൾ ആണ്. ഇതൊരു അധികം വിലയൊന്നുമില്ല, ഒരു 290 റുപ്പീസ് ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളൂ. സോ ഇത് 2 കമ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇത് വരുന്നത്. സോ ഇതിപ്പോൾ അതിലൊരു പൗഡർ പ്രഷറും ഉണ്ട്. അപ്പോൾ അടിയിൽ നമ്മൾ ആ പൗഡർ മേലെ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ അതിൻ്റെ ഡിക്കോഷൻ അടിയിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഫില്ലാവും. അപ്പോൾ അത് അടിയിൽ ഇതുപോലെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ മേലെ ഇതുപോലെ ചെറിയ ഹോൾസ് ഉണ്ട്. സോ ഈ ഹോൾസ് കൂടിയിട്ടാണ് ആ ഡിക്കോഷൻ ഫിൽറ്ററായിട്ട് അടിയിലത്തെ പാത്രത്തിലേക്ക് കളക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഫിൽറ്റർ കോഫീന് തനിയെ ഫിൽറ്റർ കോഫീൻ്റെ കോഫി പൗഡർ തന്നെ അവൈലബിൾ ആണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ബ്രൂവിൻ്റെ പല ബ്രാൻഡിൽ ഇതേപോലെ ഫിൽറ്റർ കോഫി പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതിലൊരു 3 സ്പൂണ് ആദ്യത്തെ ആ ഒരു പാത്രത്തിലേക്ക് 3 സ്പൂണ് കോഫി പൗഡർ ഇടുകയാണ്. എന്നിട്ട് ആ ഫിൽറ്റർ പ്രസ് ചെയ്യുന്ന പൗഡർ പ്രസ് ചെയ്യുന്ന ആ സാധനം അതിൻ്റെ മേലെ വെക്കുകയാണ്. അതുകൊണ്ട് അത് കവർ ചെയ്തിട്ട് നല്ല ബോയിലിംഗ് വാട്ടർ, നല്ല തിളച്ച വെള്ളം അതിലേക്ക് അതിൻ്റെ മേലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിക്കോഷൻ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല അധികം സ്ട്രോങ് വേണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിക്കാം. അപ്പോൾ നിങ്ങളുടെ ഡിക്കോഷൻ്റെ സ്ട്രോങ് അനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അത് മൂടി കുറച്ച് നേരം വെക്കുക. അത് ആ ഡിക്കോഷൻ റെഡി ആവുന്നവരെ നമുക്കൊന്ന് കുറച്ച് സമയം കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ നമ്മുടെ കാപ്പിക്ക് വേണ്ടിയിട്ട്, ഫിൽറ്റർ കോഫിക്ക് വേണ്ടിയിട്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ല തിളയ്ക്കണ നല്ല ചൂട് പാലാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഞാൻ ഒരു ഫുൾ ക്രീം മിൽക്കാണ് ഇതിൽ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പാല് തിളച്ചു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പാല് എത്ര ആവശ്യിച്ചാൽ അത്ര നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡിക്കോഷൻ റെഡി ആയോ നമുക്ക് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതെല്ലാം ഇറങ്ങിയപ്പോൾ ആ പൊടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിക്കോഷനൊക്കെ കളക്റ്റ് ആയിട്ടുണ്ടാവും. ഇതേ കണ്ടില്ലേ, അപ്പോൾ നല്ല ഡിക്കോഷനൊക്കെ അടിയിൽ കളക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഫിയുടെ സ്ട്രോങ് അനുസരിച്ച് ഇതിൽ ഡിക്കോഷൻ ഒഴിക്കാം. അത് കുറേ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റ് നല്ല സ്ട്രോങ് ഫിൽറ്റർ കോഫി നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ കളർ ചേഞ്ച് ആവണത് കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ്. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാരയുടെ അളവനുസരിച്ച് പഞ്ചസാര ചേർക്കുക. എന്നിട്ട് ഇത് സ്പൂണ് കൊണ്ട് ഇളക്കാതെ വേറൊരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ആറ്റണം. എന്നാലേ ആ ഒരു ഫിൽറ്റർ കോഫീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു നല്ല പതയൊക്കെ വരുള്ളൂ. നന്നായിട്ട് ആറ്റുക. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിൽറ്റർ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കോഫി ലവേഴ്സിനൊക്കെ പറ്റിയൊരു ഇഷ്ടപ്പെടുന്ന ഇതാണ് ഈ ഫിൽറ്റർ കോഫി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.